തിരുവനന്തപുരം കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട് കുളത്തൂർ പഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി മെമ്പർമാരുടെ പിന്തുണയോടെ യുഡിഎഫ് വിജയിച്ചു. കോൺഗ്രസിലെ ഗീതാ സുരേഷാണ് ബിജെപിയുടെ പിന്തുണയോടെ വിജയിച്ചത്. കുളത്തൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സുധാർജുനൻ രാജിവെച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഗീതാ സുരേഷ് ബിജെപിയുടെ പിന്തുണയോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബിജെപിയുടെ കുളത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ 2 മെമ്പർമാരാണ് യുഡിഎഫിന് വോട്ട് ചെയ്തത്. ഭരണം നിലനിർത്താൻ യുഡിഎഫ് ബിജെപിയുമായി കുതിരക്കച്ചവടം നടത്തുകയായിരുന്നു. യുഡിഎഫിന് പഞ്ചായത്തിൽ 9 മെമ്പർമാരായിരുന്നു ഉണ്ടായിരുന്നത്. യുഡിഎഫ് ധാരണപ്രകാരം 3 വർഷം ഐ ഗ്രൂപ്പിനും 2 വർഷം എ ഗ്രൂപ്പിനുമാണ് പ്രസിഡന്റ് സ്ഥാനം. എ ഗ്രൂപ്പിലെ ഗീതാ സുരേഷിനെ പ്രസിഡന്റാക്കുന്നതിനെ ചൊല്ലി യുഡിഎഫിൽ വിയോജിപ്പുണ്ടായിരുന്നു. തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് 2 യുഡിഎഫ് മെമ്പർമാർ വിട്ടുനിന്നു. 7 അംഗങ്ങളുള്ള എൽഡിഎഫിന് ഭരണം ലഭിക്കാൻ സാധ്യതയുള്ളതിനാലാണ് യുഡിഎഫ് ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയത്. 2 ബിജെപി മെമ്പർമാർ വിപ്പ് ലംഘിച്ചാണ് യുഡിഎഫിന് വോട്ട് ചെയ്തത്. ഗീതാ സുരേഷിന് ബിജെപിയുടേതടക്കം 10 വോട്ടും കോൺഗ്രസ് വിമതനായി മത്സരിച്ച സുരേഷ് കുമാറിന് 9 വോട്ടും ലഭിച്ചു. കുളത്തൂർ പഞ്ചായത്തിലെ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ടിനെതിരെ ഇടതുപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കാരണമാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.